നിനക്കായി മാത്രം ഭാഗം 4. ഇന്ന് രാവിലെ ഞാൻ ഈയൊരു വീട് നോക്കാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. അതാണ് രാവിലെ അമ്പലത്തിൽ വരാൻ കഴിയാതിരുന്നത്. അവളോട് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ പരിഭവവും തീർന്നിരുന്നു. വീട് മുഴുവനായി കണ്ടപ്പോൾ തന്നെ വൈഗയ്ക്ക് അതൊത്തിരി ഇഷ്ടമായിരുന്നു. അതവൾ അവനോട് തുറന്നു പറയുകയും ചെയ്തു. അധികം സമയം അവിടെ നിൽക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവരും വേഗത്തിൽ തിരിച്ചിരുന്നു. ഹരിയേട്ടാ. പോകുന്ന വഴിയിൽ അവൾ വിളിച്ചതും അവൻ എന്താണെന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അത്ര വലിയ വീടൊക്കെ വാങ്ങാനുള്ള കാശുണ്ടോ ഹരിയേട്ടൻ്റെ കയ്യിൽ? പോകുന്ന വഴി അവൾ അവനോട് അല്പം വിഷമത്തോടെ തന്നെയാണ് അത് ചോദിച്ചത്. അത്ര വലിയ വീട് വാങ്ങാനുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടാവില്ല എന്നത് അവൾക്ക് ഉറപ്പാണ്. കുറച്ച് പൈസ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ലോണായിട്ട് എടുക്കാമെന്ന് കരുതുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണ ഹരിയേട്ടാ. എൻ്റെ കയ്യിൽ 1-2 വളയും കമ്മലും ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ തരാം. കളഞ്ഞു പോയതാണെന്നോ മറ്റോ ഞാൻ വീട്ടിൽ പറഞ്ഞോളാം. അവളത് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. മാത്രമല്ല അത് ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അവളെ തിരികെ കൊണ്ടുപോയാക്കിയത്. അവനോടൊപ്പം ചെലവഴിച്ച ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ ഉള്ളിലെ പരിഭവവും തീർന്നു പോയിരുന്നു. പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പോയി വേഗത്തിൽ കാറെടുത്ത് അവൾ തിരികെ വീട്ടിലേക്ക് തിരിച്ചു. വീടെത്തി കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് കയറാൻ അവൾക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. കാരണം പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇവിടെയും നിൽക്കാതെ വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്ന ആളാണ് താൻ. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിയുമ്പോൾ കൃത്യസമയത്ത് വീട്ടിലെത്തും എന്നവർക്കറിയാം. വേറെ ആരാണെങ്കിലും ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ അച്ഛനുണ്ടെങ്കിൽ എന്താണ് വൈകിയതെന്ന് ചോദിക്കും. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവൾ വീടിനകത്തേക്ക് കയറി. ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല അച്ഛൻ്റെ കാറും പുറത്ത് കിടപ്പുണ്ട്. അച്ഛനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് അച്ഛൻ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. കൂടെ തന്നെ അരികിലായിട്ട് അമ്മയും നിൽക്കുന്നുണ്ട്. രണ്ടുപേരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ വൈഗയെ അച്ഛൻ വിളിച്ചു. വാവ എന്താ വരാൻ ഇത്ര താമസിച്ചത്? ആ ഒരൊറ്റ ചോദ്യത്തിൽ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി. അത് പിന്നെ അച്ഛാ, ഞാൻ ഫ്രണ്ട്സായിട്ടൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ്. ചൂടല്ലേ? പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം അവൾ പറഞ്ഞു വെച്ചു. അതിൽ അച്ഛനൊന്ന് മൂളിയതും പിന്നെ ഒരു സംസാരത്തിന് നിൽക്കാതെ അവൾ വേഗം മുകളിലേക്ക് കയറി. പരീക്ഷാ ചൂടിൽ ദിവസങ്ങൾ വേഗത്തിൽ മാഞ്ഞുപോയി. ഇന്ന് വൈഗയുടെ ലാസ്റ്റ് എക്സാം ആണ്. അതുകൊണ്ട് അവൾ ഹരിയോട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാറിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അവൻ വരുന്നത്. വേഗത്തിൽ അകത്തേക്ക് കയറി വന്നപ്പോൾ അവൻ്റെ കയ്യിലെ ബാഗിലേക്കായിരുന്നു അവളുടെ ശ്രദ്ധ. എന്താ ഹരിയേട്ടാ ബാഗൊക്കെ ആയിട്ട്? അവളുടെ ശബ്ദം ആകെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് കലങ്ങിപ്പോയിരുന്നു. കണ്ണുനീർ കാഴ്ചയെ മറക്കുന്നു. ഞാനിന്ന് തിരികെ പോവാവേ. അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. പക്ഷേ അവളുടെ ഉള്ളിലെ നോവ് അവന് മനസ്സിലാക്കാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ സ്ഥിരമാണ്. കാറ് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി വൈഗ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ ഒന്ന് നോക്കി. ഇന്നലെ എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് പോകുമെന്ന്. അവളുടെ ശബ്ദത്തിലെ ഇടർച്ച അവൻ്റെ മനസ്സിനെ ഒന്നാകെ പിടിച്ചു കുലുക്കി. ഇന്ന് നിനക്ക് പരീക്ഷയുള്ളതായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറയാതിരുന്നത്. ഇനി എന്നാ തിരിച്ചു വരിക? അവളുടെ ആകുലത നിറഞ്ഞ അടുത്ത ചോദ്യം. എന്താ വാവേ, എൻ്റെ ജോലി എങ്ങനെയാണെന്ന് അറിയാലോ. എപ്പോഴാ വരിക പോവുക എന്നൊന്നും അറിയാൻ പറ്റില്ല. സങ്കടത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവനും തിരികെ പറഞ്ഞു. എനിക്ക് ട്രെയിൻ വരാൻ സമയമായി. ഞാനെങ്കിൽ പോട്ടെ. ഞാൻ ആക്കിത്തരാം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവൾ അത് പറഞ്ഞ് വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തു. അവിടെ അവൻ ഇറങ്ങുന്നതിന് മുന്നേ അവളെ ഒന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ച് കവിളിലും നെറ്റിയിലും ഒന്ന് ചുണ്ടമർത്തി. ഇനി വരുമ്പോൾ നമ്മുടെ കാര്യം സംസാരിക്കണം. കൂടെ ഉണ്ടാവില്ലേ നീ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. അവൾ അതിന് നിറ കണ്ണുകളോടെ തലയാട്ടി. അവനറിയാം ഈ ലോകത്ത് അവൻ കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റാരും ഉള്ളൂ. ആരൊക്കെ എതിർത്താലും ആരെയൊക്കെ എതിർത്തിട്ടായാലും അവൾ തൻ്റെ പക്ഷം ചേർന്നേ നിൽക്കൂ എന്നവൻ ഉറപ്പാണ്. എങ്കിലും അത് അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരു കൊതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അവൻ സ്റ്റേഷൻ അകത്തേക്ക് കയറും വരെ അവൾ കാറിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ അവനെ നോക്കി. സ്റ്റേഷൻ അകത്തേക്ക് കയറും മുന്നേ ഒന്നുകൂടി അവളെ നോക്കി കൈവീശി കാണിച്ചു അവൻ. തിരികെ കാറിലേക്ക് കയറുമ്പോൾ മനസ്സാകെ ബ്ലാങ്കായി പോയിരുന്നു അവളുടെ. സന്തോഷം കെട്ടുപോയതുപോലെ. കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള ട്രെയിനിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഹരിയുടെ മനസ്സിൽ വൈഗ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളായിരുന്നു ഓർമ്മ വന്നിരുന്നത്. അവളെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്തകൾ മുഴുവൻ. ഇനി അവളെന്ന ലോകത്തു നിന്ന് പുറത്തു കടക്കാൻ കുറച്ച് സമയം എടുക്കും. അതല്ലെങ്കിലും അങ്ങനെയാണ്. നാട്ടിൽ വന്ന് തിരികെ പോയി കഴിയുമ്പോൾ തൻ്റെ മനസ്സ് നിറയെ വൈകിയായിരിക്കും. അവളുടെ ഓർമ്മകളായിരിക്കും. അവളുടെ കൂടെ ചിലവഴിച്ച കുറച്ച് നിമിഷങ്ങളായിരിക്കും. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ചുണ്ടിൽ വരുന്ന പുഞ്ചിരിയോടെ തന്നെ അവൻ
ട്രെയിനിൻ്റെ സീറ്റിലേക്ക് കിടന്നു. വൈഗ സുധീരൻ. ജീവിതത്തിൽ വേറെ ആരെ വിവാഹം കഴിച്ചാലും പ്രണയിച്ചാലും അവളെ വിവാഹം കഴിക്കുമെന്നും പ്രണയിക്കുമെന്നും സ്വപ്നത്തിൽ പോലും താൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ വിധി അവളെ തൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇന്ന് അവളാണ് തൻ്റെ ലോകം. തൻ്റെ മാത്രം സ്വന്തമാണ് അവൾ. അവളുടെ ലോകം താനും തൻ്റെ ലോകം അവളും മാത്രമാണ്. പരസ്പരമുള്ള സമയങ്ങളിൽ സന്തോഷം മാത്രം കണ്ടെത്തുന്ന രണ്ട് പേര്. താൻ പോലും അറിയാതെ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയതാണ് അവളെ. പക്ഷേ ഇന്ന് അവളില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പോലും ആകുന്നില്ല തനിക്ക്. അതുപോലെ തന്നെയാണ് അവൾക്ക് താനും. പക്ഷേ പരസ്പരം ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഇനിയും കടമ്പകൾ ഏറെയാണ്. എല്ലാം മറികടന്ന് സ്വസ്ഥമായൊരു ജീവിതത്തിലേക്ക് തനിക്ക് കടക്കാൻ കഴിയും എന്നൊരു ഉറപ്പുമില്ല. അങ്ങനെയൊരു കാര്യത്തിൽ ഒട്ടും ഉറപ്പില്ല. എങ്കിലും അവളെ ഇനി വിട്ടുകളയാൻ തനിക്കാകും എന്ന് തോന്നുന്നുമില്ല. അങ്ങനെയുള്ള ചിന്തകളെല്ലാം അകറ്റി നിർത്തി അവളുടെ മാത്രം ഓർമ്മകളെ മനസ്സിലേക്ക് നിറച്ച് അവൻ കണ്ണുകൾ അടച്ചു. വീട്ടിലേക്ക് പോകുന്നതിനായി അവൾക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപൊരു ദിവസം വൈകി വന്നപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചതാണ് എന്താണ് വൈകിയതെന്ന്. ഇന്നാണെങ്കിൽ അന്ന് വന്നതിലും അല്പം കൂടി വൈകിയാണ് എത്താൻ പോകുന്നത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നുണ പറയാമെന്ന് കരുതി അവൾ അകത്തേക്ക് കയറി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അച്ഛൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും ഉണ്ടാകില്ല എന്നാണ് അവൾ കരുതിയത്. അകത്തേക്ക് കയറിയപ്പോഴും അച്ഛൻ ഇല്ലാത്തത് കണ്ടപ്പോൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആശ്വാസത്തോടെയാണ് അവൾ മുകളിലേക്ക് കയറിയത്. അങ്ങനെ ടെൻഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴാണ് വൈശാഖ് അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടൻ ഇന്നും മീറ്റിംഗ് ആണോ? അവനെ കളിയാക്കുന്നത് പോലെ അവൾ കുണുങ്ങി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് അവൻ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി. ഏട്ടൻ ഇതെന്തു പറ്റി? അങ്ങനെ ചിന്തിച്ച് അവൾ എങ്ങനെയൊക്കെയോ ബാക്കി ഭക്ഷണം കൂടി ഒരു കണക്കിന് കഴിച്ചു തീർത്ത് നേരെ മുകളിൽ വൈശാഖിൻ്റെ അടുത്തേക്ക് പോയി. ഏട്ടാ. പതിവില്ലാതെ മുറിയൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അവളുടെ ആദ്യത്തെ വിളിയിൽ തന്നെ അവൻ വന്ന് വാതിൽ തുറന്നു. അകത്തേക്ക് കയറി അവൾ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അകത്തേക്ക് കയറി അവൾ അവനോട് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. മിണ്ടാനല്ല, മുഖം നോക്കി ഒരെണ്ണം തരികയാണ് വേണ്ടത് നിനക്ക്. അവൻ അവൾക്ക് നേരെ കൈ ഓങ്ങുന്നത് പോലെ കാണിച്ചതും വൈഗ പെട്ടെന്ന് പിന്നിലേക്ക് അഞ്ഞുപോയി. ഇന്ന് നീ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എത്തിയത്? അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് മുന്നിൽ വൈഗ ഒന്നാകെ പതറിപ്പോയിരുന്നു. അവൻ അവളോട് ഇന്ന് വരെ അങ്ങനെ ഗൗരവത്തിൽ പെരുമാറാറില്ല. അവൻ അത്രയും ദേഷ്യം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും അവൾ ചെയ്താലും മാത്രമാണ് അവൻ അവളോട് ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ ചെയ്യുന്നത്. അവൻ്റെ ഗൗരവത്തോടെയുള്ള ആ ഒരു ചോദ്യത്തിൽ വൈഗയുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവളെ മറികടന്ന് അവൻ വന്ന് വാതിൽ ചേർത്തടച്ചു. എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? ശരങ്ങൾ പോലെയുള്ള അവൻ്റെ അടുത്ത ചോദ്യം. ഏട്ടാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയ്. ഇന്ന് നീ എപ്പോഴാണ് ക്ലാസ്സിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് എത്തിയതെന്ന്? 1:30 കഴിഞ്ഞു. 12:30 എക്സാം കഴിഞ്ഞിറങ്ങിയാൽ 15 മിനിറ്റ് പോലും വേണ്ട കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ. ബാക്കിയുള്ള സമയം എത്രയും നീ എവിടെയായിരുന്നു? ആരുടെ കൂടെ ആയിരുന്നു? ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും. നീ എന്തിനാ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയത്? ഓരോന്നോരോന്നായിട്ടുള്ള അവൻ്റെ ശരങ്ങൾ പോലെയുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്തുത്തരം പറയണം എന്നറിയാതെ ഉഴറി നിന്ന വൈകിയോട് അവൻ്റെ അടുത്ത ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ അവൻ എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് തന്നോടിതെല്ലാം ചോദിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടെ ഇരിക്കുന്നീ. ഇന്നിതെല്ലാം ചോദിച്ചറിഞ്ഞതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ മുറിയിൽ നിന്ന് പോകുന്നുള്ളൂ. ഏട്ടാ, ഞാൻ ഹരിയേട്ടനോ? എന്നു മുതലാണ് നിനക്ക് അവൻ ഹരിയേട്ടനായത്? അവൻ്റെ ചുണ്ടുകളിൽ അത് ചോദിക്കുമ്പോൾ പരിഹാസവും പുച്ഛവും നിറഞ്ഞു നിന്നു. ഒരു തവണ നീയും അവനും തമ്മിലുണ്ടായ പ്രശ്നമെല്ലാം അറിയാമല്ലോ. അതുകൊണ്ടുണ്ടായ ദോഷവും അറിയാവുന്നതാണ് നിനക്ക്. ഇനി അതുപോലെ ഒരെണ്ണം ആവർത്തിക്കരുത്. അത് നല്ലതിനാവില്ല വാവേ നിനക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും അവന് വല്ലാത്ത വേദന തോന്നി. എങ്കിലും അല്പം പോലും ദയയില്ലാത്തതുപോലെ അവൻ അവളോട് പറഞ്ഞു. ഇപ്പോൾ നിനക്കൊരു പക്ഷേ കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പൊക്കോ നീ. അവൻ അവളോട് പൊക്കോളാൻ പറഞ്ഞു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികളെ തുടച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടി. കുറച്ചു സമയം അങ്ങനെയിരുന്ന് ഓരോന്നാലോചിച്ചപ്പോൾ കണ്ണുനീർ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട്? ഹരിയേട്ടനുമായൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതായിരുന്നില്ലേ? ഇതല്ല, ഇനി ഇതിലും വലുതാണ് തങ്ങൾ രണ്ടുപേരും നേരിടാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം മുതലേ പതറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ടുള്ള തടസ്സങ്ങളെല്ലാം നേരിട്ട് ഒരു ജീവിതം ഒരുമിച്ച് നയിക്കുക? മനസ്സ് അങ്ങനെ തേങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബുദ്ധി അവളെ ശാസിക്കാൻ തുടങ്ങി. ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്. ഇപ്പോൾ ഏട്ടൻ അറിഞ്ഞു, നാളെ ഒരു ദിവസം അച്ഛൻ അറിയും. അന്ന് ചിലപ്പോൾ ഈ നാട് തന്നെ തലകീഴായി മറിക്കും അച്ഛൻ. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ തലയാകെ പെരുത്തു കയറുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഏട്ടനോട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നവൾ തീരുമാനിച്ചു. അതിനു മുൻപ് ഹരിയേട്ടനോട് അനുവാദം വാങ്ങണം.
ഒരിക്കലും ഏട്ടൻ പോലും ഇങ്ങനൊരു ബന്ധം അംഗീകരിച്ച് തരില്ല. എങ്കിലും ഹരിയേട്ടനല്ലാതെ മറ്റൊരാളെ ഭർത്താവിൻ്റെ സ്ഥാനത്തേക്കോ കാമുകൻ്റെ സ്ഥാനത്തേക്കോ കാണാൻ കഴിയാത്ത വിധം രണ്ടുപേരും അടുത്തുപോയി. ഇപ്പോഴേ തന്നെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഭാവിയിലെങ്കിലും തങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനാവുള്ളൂ. മിഴിനീർ തുള്ളികളെയെല്ലാം തുടച്ചു കളഞ്ഞു അവൾ. ശേഷം മുഖത്തേക്ക് വെള്ളമടിച്ച് ശരിക്ക് കഴുകി. മുഖം ഒന്നാകെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഫോണെടുത്ത് ഹരിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഒരുപക്ഷെ ട്രെയിനിലായിരുന്നത് കൊണ്ടാകാം, റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അവൻ്റെ ഫോണിലേക്ക് കോള് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നിരാശയോടെ അവൾ ഫോണെടുത്ത് മാറ്റിവെച്ചു. അന്ന് വൈകുന്നേരമായിട്ടും വൈശാഖ് അവളോട് സംസാരിച്ചിട്ടില്ല. അവളും ആരോടും അധികം സംസാരിക്കാതെ ഒതുങ്ങി മാറി നിന്നു. കൂടാതെ ഇത്ര നേരമായിട്ടും അച്ഛൻ എത്തിയിട്ടില്ല. ഇനി അച്ഛൻ എത്തിക്കഴിയുമ്പോൾ അച്ഛനെങ്ങാനും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊരു ടെൻഷൻ കൂടി അവളുടെ ഉള്ളിൽ അന്നേരം കടന്നുകൂടി. അച്ഛൻ്റെ കാറ് ഗേറ്റ് കടന്നകത്തേക്ക് കടന്നു വരുന്നത് മുകളിലെ മുറിയിലെ ജനാലയിലൂടെ ഒരു നെഞ്ചിടിപ്പോടെയാണ് വൈഗ നോക്കി കണ്ടത്. വാവേ! അച്ഛനെത്തി ഒരു 5 മിനിറ്റ് നേരം തികഞ്ഞില്ല. അതിനു മുന്നേ തന്നെ അവൾക്കുള്ള വിളി എത്തിയിരുന്നു. അമ്മയാണ് വിളിക്കുന്നത്. മുറിയിൽ നിന്ന് ഇറങ്ങും വഴി അവൾ വൈശാഖിൻ്റെ മുറിയിലേക്ക് ഒന്നെത്തി നോക്കി. അവൻ താഴെയുണ്ട്. ഇനി എല്ലാവരും അറിഞ്ഞു കാണുമോ? ആ ചിന്തയിൽ അവളുടെ ഉള്ളിലെ പേടിയുടെ ആക്കം കൂടിക്കൊണ്ടിരുന്നു. താഴേക്കുള്ള കോണിപ്പടികൾ ഇറങ്ങുന്നതിനനുസരിച്ച് അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്നു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. നിന്നോട് അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന്. വന്നേ, ഇവിടെ ഇരിക്ക്. കോണിപ്പടികൾ ഇറങ്ങി വരുന്നവളെ കണ്ടപാടെ അമ്മ അല്പം ഗൗരവത്തോടെ തന്നെയാണ് അവളോട് ആ കാര്യം പറഞ്ഞത്. നോക്കുമ്പോൾ അച്ഛനും അമ്മയും വൈശാഖും എല്ലാവരും കൂടി ഹാളിലെ സോഫയിലിരിക്കുന്നുണ്ട്. ഇനി താൻ മാത്രമാണ് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ളത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.